മകരമാസം 1-ാം തീയതി മുതൽ ഉത്തരായന കാലം തുടങ്ങുകയാണ്. മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം. മിഥുനം 31, സാധാരണ 32 ഈ ദിവസങ്ങൾ വരെ ഈ 6 മാസക്കാലം ഉത്തരായന കാലമാണ്. ഈ ഉത്തരായന കാലത്താണ് യജ്ഞങ്ങളും ദേവപൂജകളും പ്രതിഷ്ഠകളും ഈ ബ്രഹ്മകലശം പോലുള്ള കാര്യങ്ങളും നടന്നു വരുന്നത്. ഈ പിതൃക്കളുടെ രീതിയിൽ 6 മാസക്കാലം അവരുടെ പകലാണെന്നും ഈ ഉത്തരായന കാലം അവരുടെ രാത്രിയാണെന്നും പറയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. പിതൃകാര്യങ്ങൾക്ക് നാം സാധാരണ കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു ഈ 6 മാസങ്ങളാണ് പിതൃക്കളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ തിരിച്ച് ഭൂമിയിലെത്തിപ്പെട്ട പിതൃക്കൾക്ക് ഭൂമിയിൽ നിന്ന് തിരിച്ച് അവരുടെ പിതൃലോകത്തേക്ക് ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണാമ രീതി അനുസരിച്ച് ദേവലോകത്തേക്കോ മറ്റ് ലോകങ്ങളിലേക്കോ വൈകുണ്ഠത്തിലേക്കോ പ്രയാണം ചെയ്യാൻ കഴിയുന്ന സമയമാണ് ഉത്തരായനം. അതാണ് ഉത്തരായനത്തിന് ഇത്രയും വലിയ പ്രാധാന്യം. നാം ഇവിടെ ഫെബ്രുവരി 2-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെ ഗായത്രി മഹായജ്ഞം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉത്തരായനത്തിലാണ്. ഈ ഗായത്രി ദേവി 24 അക്ഷരങ്ങളും 24 വർണ്ണങ്ങളും 24 ദേവതകളും ചേർന്ന ശക്തി ചൈതന്യമാണ്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ശക്തി ചൈതന്യ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗായത്രി ദേവി എന്നാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഈ ഗായത്രി യജ്ഞത്തിന് ഇത്രയും വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത്. സർവശാപങ്ങളിൽ നിന്നും രോഗദുരിതാദി വ്യസന വിഷമങ്ങളിൽ നിന്നും മോചനത്തിനും മുക്തിക്കുമായി നാം സാധാരണ ധന്വന്തിരിയെ ഉപാസിക്കുന്നത് പോലെ ഈ ഉപാസനാ ശക്തികളും ചൈതന്യങ്ങളും എത്തിപ്പരിണമിക്കുന്നതും ഗായത്രി ദേവിയിലാണ്. വൈകുണ്ഠത്തിലും എത്തുമ്പോൾ ഗായത്രി ദേവി മഹാലക്ഷ്മിയായും രാസമണ്ഡലത്തിലെത്തുമ്പോൾ ഗായത്രി ദേവി രാധാദേവിയായും പരിണമിക്കുന്നു. ബ്രഹ്മാവിൻ്റെ അടുത്തെത്തുമ്പോൾ ബ്രഹ്മപത്നിയായ സരസ്വതിയായും ശിവഭാഗത്തെത്തുമ്പോൾ ശിവപത്നിയായ പാർവതിയായും വിഷ്ണു ഭാഗത്തെത്തുമ്പോൾ വിഷ്ണുപത്നിയായ മഹാലക്ഷ്മിയായും പരിണമിക്കുന്നു. അതോടുകൂടി ഭൂമിദേവി എന്ന് പറയുന്ന വിഷ്ണുപത്നിയും ഈ ഗായത്രി ദേവിയുടെ ഒരംശം തന്നെയാണ്. 64 കലാദേവികളും ഗായത്രി ദേവിയുടെ കലകളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെന്ന് പരിണമിക്കുന്നത് സാക്ഷാൽ രാധാദേവിയിലാണ് എന്ന് പറയുന്നത്. ഹരി ഓം.